ശ്രീ ഡി സുരേഷ് കുമാർ, ആദ്യം നമുക്ക് പോകുന്നത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെയാണ്. രണ്ടാമത് നമുക്ക് ഹെലികോപ്റ്റർ യാത്രയിലേക്ക് വരാം. ഞാൻ അത് ചോദിച്ചെങ്കിലും ബേസിൽ അതിലേക്കാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പും വി ഡി സതീശനുമായുള്ള ബന്ധം നേരത്തെ തന്നെ പല വിധത്തിലും പുറത്തെത്തിയതാണ്, ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചതാണ്. ഇവിടെ ഇത്തരം കരാർ ലംഘനം നടത്തിയവർക്ക് അതൃപ്തി അറിയിച്ചു. ആ അതൃപ്തിയിൽ തന്നെ ഒതുക്കിയത് വലിയ തെറ്റാണെന്ന് ചർച്ച ചെയ്തിരിക്കുകയാണ്. അതൃപ്തി പോലും അറിയിച്ചിട്ടില്ല എന്ന് ബോധ്യമാകുന്ന തെളിവുകൾ പുറത്തെത്തുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിങ്ങൾ? നോക്കൂ, ഈ വിഷയം നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ചർച്ച ചെയ്തതാണ്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാധ്യമപ്രവർത്തകരോട് ഞങ്ങളുടെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോട് ഇപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ്, ആ കരാറ് നമ്മുടെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്ന് മാധ്യമപ്രവർത്തകരെയും അതുവഴി ജനങ്ങളെയും അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പച്ചക്കള്ളം, അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം അത് കള്ളമായിരിക്കുമെന്ന്, നമുക്കെല്ലാവർക്കും ഉത്തമ ബോധ്യമായിരുന്നു. ഇന്നത് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ ഞാനിത് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് പരമാവധി സത്യം പറയുക എന്നുള്ളതാണ്, എൻ്റെ എക്സ്ട്രീം ലെവൽ. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇന്ന് ഈ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ ഭാവി കേരളത്തിൻ്റെ വിഗതികളെ നിർണ്ണയിക്കുന്ന നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലക്കും ലഗാനുമില്ലാതെ ഒരു ഗൗരവമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു പരിശോധന, ഒരു ആത്മപരിശോധന നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. ഒരു വലിയ പരിശോധന ജനങ്ങൾ തന്നെ നടത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനതവിടെ അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് വരുന്ന വാദഗതികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ചർച്ച തുടരാം. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കള്ളങ്ങളാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു സന്ദർശനം നടത്തി. അന്ന് അദ്ദേഹം പല തരത്തിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദിൻ്റെ, ബഹുമാന്യനായ അന്തരിച്ചു പോയ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടിയാണ് പോയത്. പിന്നീട് മനസ്സിലാക്കുന്നത്, ഈ മുൻ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം ഗുരുതരമായ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ മുഖ്യമന്ത്രിയാകുന്നതിന് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കാൻ പോയി എന്ന പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരെ നോക്കി പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ യാത്രാ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നീട് വളരെ കൃത്യമായി വാർത്തകൾ പുറത്തു വന്നു. ഇത് നമുക്കറിയാം, കോൺഗ്രസ്സിനും ഇപ്പോൾ ഭരണത്തിൽ കയറിയതിൻ്റെ ആ ഹണിമൂൺ പീരീഡിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന കള്ളങ്ങൾക്കും ഒരു സ്വീകാര്യത കുറേ ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നീട് തുടർച്ചയായ എന്തെല്ലാം കാര്യങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇൻവെസ്റ്ററെ കാണാനാണ്, സർക്കാരിൻ്റെ ഹെലികോപ്റ്ററും എടുത്ത് പോയത് ഞാനൊരു ഇൻവെസ്റ്ററെ കാണാനാണ്. കൈയോടെ പിടിക്കപ്പെട്ട അതൊരു പച്ചക്കറി കച്ചവടക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയാണ് അദ്ദേഹം കാണാൻ പോയത് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടു. അപ്പോഴും ഒരു ജാള്യതയും കൂടാതെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് പച്ചക്കറി കച്ചവടക്കാരൻ എന്താ സംരംഭകനല്ലേ എന്ന മറുചോദ്യമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പച്ചക്കറി കച്ചവടക്കാരൻ സംരംഭകനല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി, അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്തിനാണ് കൽപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞാൻ കടന്നു വരുന്ന പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ കണ്ണൂർ പോയി ആ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ രാജേഷ്, എൻ്റെ ഒരു അയൽവാസിയെ, തൊട്ടടുത്ത പഞ്ചായത്തിലെ താമസക്കാരനാണ്. അഡ്വഞ്ചർ സ്പോർട്സും അതുപോലെ തന്നെ നീന്തലും മറ്റു കാര്യങ്ങളുമൊക്കെയായി അവിടെ പോയി അവിടെ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് മറ്റൊരു സഹജീവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴും അദ്ദേഹം ആ ദുരിതാശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ മറ്റൊരാളിനെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയർപ്പിക്കപ്പോഴും നമ്മൾ കാണേണ്ടുന്ന മാഹാത്മ്യം. നിങ്ങൾ നോക്കൂ, ആ മൃതദേഹത്തോട് കാണിച്ച അനാദരവ്. ഞാനത് സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ, ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ. അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കല്ലിയൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ
കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ ഈ കോൺഗ്രസ് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് നിരുത്തരവാദപരമായ ഡയലോഗും അടിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഇത്തരം കാര്യങ്ങളിൽ കൈകഴുകി കടന്നു കളയുന്ന കള്ളന്മാരുടെ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ മന്ത്രിമാരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതരമായ വീഴ്ചകൾക്ക് അവർ ഉദ്യോഗസ്ഥരെ പഴിചാരുകയാണ്. ഇവിടെ കോർപ്പറേഷനിൽ ഒരു ഗുണ്ടാ തലവൻ, അയാൾ ഇപ്പോൾ ജയിലിലാണ്, വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്, കാപ്പ കേസിലെ പ്രതിയാണ്. അയാൾക്ക് കോർപ്പറേഷനിൽ കൗൺസിലറായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് രേഖാമൂലം കോർപ്പറേഷനിലേക്ക് തലേ ദിവസം അതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ എത്തുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവ് അവിടെ എത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോകണമെന്നേ. രാജേഷിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും ഒരു എയർ ലിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. ആ മൃതദേഹത്തെ ഇങ്ങനെയല്ല നിങ്ങൾ കാണിക്കേണ്ടത്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അവസാനം ആ ആംബുലൻസ് ഓടിച്ച് വന്ന ഡ്രൈവർ തൊട്ടടുത്തൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറി ഒരു മൊബൈൽ മോർച്ചറി സംഘടിപ്പിക്കുകയാണ്. എത്ര ദയനീയമാണെന്ന് ചിന്തിച്ചു നോക്കണം. കേരളം ചർച്ച ചെയ്യണം. കേരളം ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തണം. ഇത്തരത്തിൽ മനുഷ്യൻ്റെ മൃതദേഹത്തോട് പോലും അയാൾ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത്? ഉദ്ദേശം എന്തായിരുന്നു? ആ മൃതദേഹത്തോടു കൂടി തികഞ്ഞ അവജ്ഞയും അവഗണനയും കാണിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ നാട് ഭരിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ക്ഷേമമാണ്, ആരുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? നിങ്ങൾ നിലകൊള്ളുന്നത് സ്വർണ്ണക്കടക്കാരൻ്റെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പണമോ സ്വകാര്യ വ്യക്തിയുടെ പണമോ? ആര് പണം ചിലവഴിച്ചു എന്നുള്ളത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല. നിങ്ങൾ പറയണം. ഇവിടെ പറഞ്ഞ കോൺഗ്രസ് പ്രതിനിധി സർക്കാരിൻ്റെ പണം ചിലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ ആരുടെ പണമാണ് അതിനു വേണ്ടി ചിലവഴിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മറുപടി പറയാൻ, ഇവിടെ ജനങ്ങളോട് മറുപടി പറയാൻ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്നും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല എന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ഘടകം ഇവിടെ നിലനിൽക്കുകയാണ്. അതല്ലാതെ ഞങ്ങൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത് ഈ ജനാധിപത്യ കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ ഇന്നലെ വരെ ഇതല്ലല്ലോ പറഞ്ഞത്. തൃശ്ശൂരിലെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘങ്ങൾ ഇവിടെ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അവിടെ നിന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയതിനെ സംബന്ധിച്ച് കള്ളക്കഥ ചമഞ്ഞവരാണ്. ഗീബൽസിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കള്ളക്കഥ ചമഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് വലിയ നിലയിലുള്ള വേട്ടയാടലിലും ചർച്ചയ്ക്കും വേദിയൊരുക്കിയ ആളുകളാണ്. ഇന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ പണം എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട പണം ആരുടേത്? ഇത് ജനാധിപത്യ കേരളം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇവിടെ പ്രകോപനമൊന്നുമില്ല. ഇവിടെ വളരെ കൃത്യമായി മറുപടി പറയാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ മറുപടി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈ കള്ളം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് 1, 2, 3 കള്ളങ്ങളല്ല. അധികാരത്തിലെത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ കള്ളത്തരത്തിലും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ആർജവത്തോടുകൂടി അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തെ നിങ്ങൾക്ക് അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്ക്, ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട്, നുണ മാത്രം പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അധിക നാൾ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.